ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ അവന്മാർക്ക് 2 എണ്ണം കൂടുതൽ കൊടുക്കായിരുന്നു. അതെങ്ങനെ കറക്റ്റ് സമയത്ത് അലൈന് നറബാബിന്റെ കോള് വന്നു, അല്ലെങ്കിൽ കാണാതെ ഞാൻ. ഇനി ജയൻ തന്നെ ഒരാളെ കണ്ടെത്തിട്ടെ. അവൻ തന്നെ ഉണ്ടാക്കിയല്ലേ ഇതെല്ലാം. പെണ്ണിന്റെ കൊച്ചനായതുകൊണ്ട് ഞാൻ സുധനോടൊരു കാര്യം പറയാം. എന്റെ മോൻ സുമേഷിനെ കൊണ്ട് ഈ പെൺകൊച്ചിനെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാണ്. പണ്ട് ഞാനൊന്ന് ആലോചിച്ചതാ. അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡ് ആയിരുന്നു. സ്വർണ്ണം വേണം, എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളത് തന്നേച്ചാൽ മതി. ഒരു പെൺകൊച്ചിന്റെ കാര്യമായോണ്ടാ. അല്ലാതെ കല്യാണത്തിനൊന്ന് കെട്ടുമുടങ്ങിയ പെണ്ണെ വേറെ ആര് കേട്ടാനാ? അല്ലേ മോനെ? ആ ജോലി ചെയ്തപോലെ എന്നെ ചെയ് കേണല് കഞ്ഞി. ചേട്ടപ്പ നൈസായിട്ട് ഇവിടെ ചെന്നേ ചേട്ടന്റെ കാര്യം പറഞ്ഞാലോ. എടാ മണ്ട, രാവിലെ ഒരു വെള്ളം കോരിയിട്ട് വൈകിട്ട് കൊടോടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാനാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കിയത് നമ്മളന്ന് മനസ്സിലാവില്ലേ? ആ അത് ശരി. എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര എതിർപ്പില്ല. ഇനി എനിക്ക് സമയമുണ്ടല്ലോ. സുമേഷിനെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കുന്ന കാര്യം അവരോട് പറയുന്നുണ്ട്. എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. പുരുഷമായിട്ട് അത്ര മോശമാണെന്നുമല്ല, പോരാത്തതിന് പൂത്ത കാശുണ്ട്. പിന്നെ ആ പെണ്ണും പിള്ളയുടെ മുഖം അതങ്ങനെ ഇരിക്കൂ. അയാൾ ഇത്തിരി കുണുങ്ങിയൊക്കെ വർത്താനം പറയും. എനിക്കത് സ്നേഹം കൊണ്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചേച്ചി ഒന്ന് ജയൻചേട്ടനോട് പറ. ജയൻചേട്ടന് പുള്ളീന് അത്ര ഇഷ്ടമൊന്നുമല്ലല്ലോ, എങ്കിലൊന്ന് പറഞ്ഞു നോക്ക്. അഞ്ചു വന്നിരിക്കോ? അവിടെ ഉണ്ട്. ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തൊക്കെയാ നടന്നത്? പിന്നൊരു കാര്യമുണ്ട്. അഞ്ജുന് അടുപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ പയ്യനില്ലേ, അവന്റെ വീട്ടിലേക്ക് അഞ്ജുന്റെ കൂട്ടുകാർ വിളിച്ചിരുന്നു. എവിടെയാ അവന്റെ വീട്? അതറിയില്ല, പുറത്തെവിടെയോ ആണ്. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലാന്നാ പറഞ്ഞ്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടല്ലെങ്കിൽ പിന്നെ ഇനി ഈ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചേട്ടൻ റെജിനോടൊന്ന് സംസാരിക്കും. റജിയോട് ഇപ്പം സംസാരിക്കാനാ? ഈ അവസ്ഥയിൽ അവന് നമ്മളെ സഹായിക്കാൻ പറ്റും. അവരോട് വന്നപ്പോൾ തൊട്ടേ നമുക്ക് പരിചയമുള്ളതല്ലേ. നല്ല വീട്ടുകാരാ, നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അവനെന്തോ ജോലി ആവാറായിരിക്കല്ലേ. ഇത്രയ്ക്ക് എത്തിയിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാവരും ചേട്ടനെ കുറ്റം പറയും. എനിക്കിത് കേൾക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി പറഞ്ഞാൽ ജയൻചേട്ടൻ കേൾക്കുമായിരിക്കും. നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാന്നേ. ജയ, പുരുഷന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് സമ്മതമാണ്. നമുക്കൊന്ന് ആലോചിച്ച്. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്കൊന്നും അഞ്ചുനെ പറഞ്ഞു വിടാൻ പറ്റില്ല. പൊട്ടനെ പോലത്തെ ഒരു മോനും എനിക്കറിയാൻ തയ്യേണ്ടത്. ആർക്കാ അവിടെ അത്യാവശ്യം? ഞാൻ അന്നേരം പറഞ്ഞല്ലേ, എനിക്കൊരു താല്പര്യം തോന്നിയില്ല. ഒരുമാതിരി മേനകെട്ട സ്വഭാവമാ പുരുഷന്റെ. അയാളുടെ കുണുങ്ങിയുള്ള നടത്തവും ആ നോട്ടവും ഭാവവും അല്ലേ. മോളെ ഒന്ന് പുറത്ത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്തത്. നിന്റെ ഇഷ്ടം പോലും അന്വേഷിക്കാതെ ഇത് തീരുമാനിച്ചത്. ഒരു നല്ല ജീവിതം നിനക്ക് ഉണ്ടാകുമെന്ന് ഓർത്ത്. എനിക്ക് അമ്മും നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മാമനൊരു കാര്യം ചെയ്യാൻ പോവുക. എല്ലാവരും എന്നെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. അതുകൂടെ പക്ഷേ മോള് മാമൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ റിജിയെ ഞാൻ മോക്ക് വേണ്ടി ആലോചിക്കുകയാണ്. അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനിത് നടത്തും. അതെ കിരൺ, ഒരു കാര്യമുണ്ട്. അതെ, ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് സംസാരിക്കണം. സാറേ, ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതൊന്ന് തീർക്കട്ടെ. അതെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ. ഞാൻ എന്റെ പ്രശ്നം തീർത്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ.
ഞാനിവിടെ നിൽക്കാം. എന്നാ സാറേ തലയ്ക്ക് തന്നെ പറ്റിയേ? നീ ആരാ? ഞാനിവിടുത്തെ അഞ്ജുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാലേ എൻ്റെ വീട്ടിൽ രാവിലെ വന്നൊരുത്തൻ കയറി ഭാര്യയെ പിടിക്കാൻ വന്നതാ. ചേച്ചിനെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു. വെളുത്തിട്ട് നല്ല ഓ ശ്രദ്ധിച്ചായിരുന്നല്ലേ? നമുക്കൊരു തീരുമാനമൊക്കെ. സാർ വാ. വന്നോളൂ. അങ്ങളെ അങ്ങളെ എന്നാ ഒന്ന് വരാം. എന്നാത്തിനാ? ഒരു അത്യാവശ്യ കാര്യം. എന്നാ അത്യാവശ്യം? പ്ലീസ് ആൻറ്റി ഒന്ന് അങ്ങളുടെ അടുത്ത് വരാൻ പറയും. ആൻറ്റി വാ. വാ മനുഷ്യ, കൊച്ചൻ വിളിക്കുന്നില്ല. അളിയ ഒന്നൊന്ന്. ആ സാധനമുണ്ട്. കൊച്ചനെ വാ. അത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവിടെ ഒരാൾ കാണാൻ വന്നത്. പഴയ ബന്ധുക്കാരെല്ലാം ആണോ? നിങ്ങളെല്ലാവരും ഇനി വേറെ വല്ല ആലോചനയ്ക്ക് കൊണ്ടുപോകണം നടക്കുകയില്ല. എന്റെ മോനായിട്ട് ഫിക്സ് ആയി. അതുകൊണ്ടാ. അത്യാവശ്യമായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? അതാരാ? എല്ലാവരും വാ. അതെ സാർ. അയ്യോ ഇതെന്നാ പറ്റി? ആരാ തലക്കടിച്ചത്? സൂര്യ കണ്ടില്ല കല്യാണത്തിന്. അതെ സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു. സാറിന്റെ തലക്കിട്ടടിച്ച് ഇറങ്ങി ഓടിക്കൊണ്ട് ആരാന്ന് കണ്ടില്ല. നിക്ക്, ഞാൻ പറയാം. ആളെ കണ്ടില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ, തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം ഏതോ ഫോറിൻകാരൻ്റെയാ. ഇതിന്റെ കാണാതെ പോയ ലില്ലിപ്പൂക്കളുള്ള നമ്മൾ എമിറേറ്റ്സ് മാളിൽ നിന്ന് തീരുമാനമായല്ലോ. നാണില്ല കളവാ ചേറ്റവാക്ക ഇറങ്ങാൻ. തന്റെ കല്യാണാലോചന വേണ്ട, ഒരു കോപ്പം വേണ്ട. പിന്നെ പോകാൻ നേരത്ത് തന്റെ ചെറുക്കനോടെ കൊണ്ടുപോയിക്കണം. എൻ്റെ അല്ലേ മോൻ. അത് വൃത്തിയേട്ട മനുഷ്യൻ. എല്ലാ കാക്കയും കൊത്തിക്കൊണ്ടിട്ടതായിരിക്കും. റജി ആ ഒരു റജി, കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക. തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അയ്യോ ചേട്ടാ, അത് അല്ല, പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനം അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ശാപം കിട്ടിയൊരു പെണ്ണായി എനിക്കെൻ്റെ മോളെ കാണാൻ കഴിയില്ല. ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കുക. അയ്യോ അതല്ല ചേട്ടാ, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അല്ല, അതെനിക്കറിയാം. അവക്കെന്തോ പ്രേമോ മറ്റോ അതൊക്കെ ഈ പ്രായത്തിലുള്ളതാണല്ലോ. അങ്ങനെ ഒരു മോശം കുട്ടിയല്ല അവൾ. അയ്യോ ഞാൻ അങ്ങനെയല്ല ചേട്ടാ. അഞ്ജുനോട് പറഞ്ഞപ്പം അവക്ക് സമ്മതമാണ്. നിന്റെ അമ്മയോടും അളിയനോടും ഒക്കെ ഞാൻ സംസാരിച്ചോളാം. അവരെ കൊണ്ടൊന്നും കുഴപ്പമില്ല ചേട്ടാ. പക്ഷെ എനിക്ക് ജോലിയൊക്കെ ആയി വരണേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. അതൊന്നും സാരമില്ല. നീ എന്തായാലും അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ചേട്ടൻ വാ, നമുക്കൊരു ചായ കുടിക്കാം. വാ. അതല്ല റജി, നിങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ചായ കുടിക്കാം. വാ. എടാ റജി, ചായ കുടിക്കാം. അതിനു മുമ്പ് ചെറിയൊരു... ഇനി എന്താ ചേട്ടാ? എടാ ഇതുവരെ... ഓ പുറത്തല്ലേ? പുറത്താ.